കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്ററിനടുത്തുള്ള ഓൾഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദ റോയൽ ഹോൾഡാം ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നാട്ടിൽ വാർത്താ ചാനലിലൊക്കെ പ്രധാനമായും തലക്കെട്ടോടുകൂടി വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ചികിത്സയ്ക്കായി എത്തിയ ആൾ നമ്മുടെ മലയാളി നേഴ്സിനെ കുത്തി ഉപദ്രവിച്ചു. ഗുരുതര പരിക്കോടുകൂടി അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊന്നും, അതായത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും NHS പോലീസോ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ നമുക്ക് ബ്ലൈൻഡായിട്ട് ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല. പക്ഷേ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ UK അതല്ലെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചിലപ്പം UK അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് കെയർ ഹോം, ഹെൽത്ത് സെക്ടറും അല്ലെങ്കിൽ NHS ആയിരിക്കും. നഴ്സുമാർ ഉൾപ്പെടെ മറ്റു പല ജോലികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, കെയർ ഹോമിൽ ഒരു പരിധിവരെ എല്ലാവരുടെയും റെസിഡൻസിൻ്റെയൊക്കെ മെൻറ്റാലിറ്റിയും അവരുടെ ഡെയിലി റുട്ടീനും കെയർ ഹോമിലുള്ള സ്റ്റാഫുകൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും നമ്മൾ കുറച്ച് ജാഗരൂകരായിരിക്കണം. പക്ഷേ നമ്മുടെ NHS വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ നേഴ്സുമാർ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അവിടെ വരുന്ന ആളുകൾ എപ്പോഴും റാൻഡമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ, അടുത്ത ആൾക്ക് ചിലപ്പോൾ 5 മണിക്കൂറായിരിക്കും, അടുത്ത ആൾക്ക് ചിലപ്പോൾ 24 മണിക്കൂറായിരിക്കും. പക്ഷേ അതിൽ കൂടുതലൊന്നും അവരെ അവിടെ ട്രീറ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധ്യതയില്ല. പിന്നെ അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ അസുഖങ്ങൾക്കായിരിക്കും ഒരുപാട് ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ റാൻഡമായിട്ട് വന്നു പോകുന്ന സ്ഥലമാണ് NHS. അപ്പം പല ആൾക്കാർക്കും മെൻ്റൽ ഡിപ്രഷൻ, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവർക്കും അല്ലെങ്കിൽ ഡിപ്രഷൻ ഉള്ളവരും അല്ലെങ്കിൽ അവരുടെ മൂഡ് ചേഞ്ച് മാറിയിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഏത് രീതിയിലാണ് അവർ അഗ്രസീവ് ആവുന്നത്, എപ്പോഴാണ് അവർ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. കാരണം അവർ നമുക്ക് പുതിയതായിരിക്കും. സോ എപ്പോഴും ഒരു റെസിഡൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ എപ്പോഴാണ് അഗ്രസീവ് ആവുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പം മരുന്നിൻ്റെ പ്രശ്നം കൊണ്ട്, സെഡേഷൻ കൊണ്ടൊക്കെ ആവാം. ചിലപ്പം നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അവർക്ക് പെയിൻ എടുക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ദേഹത്തുള്ള എന്തെങ്കിലും കാലുടിഞ്ഞതിൻ്റെയോ ബോഡി പെയിൻസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വയറിൻ്റെ പ്രശ്നം, അങ്ങനെയുള്ള ഏത് രീതിയിലും ആൾക്കാരുടെ സ്വഭാവം മാറാവുന്ന രീതിയിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ആൾക്കാർ വരുന്നത്. സോ നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് അല്ലെങ്കിൽ കയ്യെത്തുന്ന ദൂരത്ത് മാക്സിമം ഫോർക്ക് അല്ലെങ്കിൽ നൈഫ്, ചിലപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന സമയമായിരിക്കും, അതൊക്കെ ഒരു ടൂളായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്നേരത്തെ ദേഷ്യത്തിനും ഡിപ്രഷനും മെൻ്റൽ പ്രോബ്ലത്തിൽ അവരെടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും. പിന്നെ നമ്മളായിരിക്കും സഫർ ചെയ്യേണ്ടി വരുന്നത്. സോ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ചെല്ലുമ്പോഴത്തെ അവരുടെ കയ്യെത്തുന്ന ദൂരത്ത് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ ചെല്ലുമ്പം മാക്സിമം അവരോട് കൂടുതൽ സംസാരിച്ച് തന്നെ ബിഹേവ് ചെയ്യണം. അതായത് അവരുടെ സ്ഥലം എന്താണ്, പേരെന്താണ്. ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന നേഴ്സുമാർ, ഡോക്ടർമാരൊക്കെ നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ എന്ത് റിപ്ലൈ കൊടുക്കുന്നു, നമ്മുടെ സംസാരം എങ്ങനെ പോകുന്നു, എങ്ങനെയൊക്കെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, നമ്മൾ നോർമലാണോ, കാമാണോ, നമ്മൾ മിണ്ടാതിരിക്കുവാണോ. അപ്പോൾ അതിലൂടെയൊക്കെ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയുള്ള ആളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മൂഡ് ചേഞ്ച് എന്ന്. ചിലർക്ക് പലരും കാണുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ റഫായിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സോ അതുപോലെ മറ്റൊരു കാര്യം, നഴ്സുമാർ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ഫോർ എക്സാമ്പിൾ നഴ്സുമാർ ഒരു ഡ്രസ്സിങ്ങിന് പോകുന്നു, അവരുടെ സിസേഴ്സ് കാണും, ചിലപ്പോൾ നൈഫ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും നീഡിൽസ് ഒക്കെ കാണും. സോ അത് നമ്മൾ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻ ബോക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കിംഗ് ചേമ്പറിലോ ഒക്കെ വെച്ചിട്ടായിരിക്കും പോകേണ്ടത്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അതുപോലെ കെയർഫുൾ ആയിരിക്കണം. മേ ബി അതെടുത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, നമ്മുടെ ഡേ ബൈ ഡേ ഉള്ള അറ്റാക്കുകളും കൂടി വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നൈഫ് അറ്റാക്കും അതുപോലെ ഫോൺ സ്നാച്ചിങ്, തെഫ്റ്റുകളെല്ലാം കൂടി വരുന്നുണ്ട്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ സ്റ്റാമിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾക്കും ഈ വന്നിട്ട് അടിച്ചിട്ടിട്ട് ഫോൺ എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ സ്പീഡിൽ വണ്ടി അല്ലെങ്കിൽ സൈക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ വന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് പോകുന്ന അനുഭവങ്ങൾ നമ്മൾ പലതും വീഡിയോയിൽ കാണുന്നുള്ളൂ. പക്ഷേ ഈ സ്റ്റാമിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് 5 പേരെ പരിചയപ്പെട്ട് അത് 2 പേരെ ഉറപ്പായിട്ട് അവർ തെഫ്റ്റ് നടന്നിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും. അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. സോ എല്ലാവരും സൂക്ഷിക്കുക, അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. മറ്റൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം സഹിച്ചൊക്കെ നിൽക്കുക എന്നേ പറയാൻ പറ്റുന്നത്. നമ്മളെന്തെങ്കിലും തിരിച്ച് അറ്റാക്ക് ചെയ്താൽ അത് വലിയൊരു ഇഷ്യൂ ആയിപ്പോൾ. ഈവൻ നമ്മളെ ഒരാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും തിരിച്ച് റെസിസ്റ്റൻസിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ അതൊരു ക്രൈമായിട്ട് ഇവിടെ അവർ പറയുന്നത്. അതുപോലെ തന്നെ NHS കെയർ ഹോമിലായാലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു റെസിഡൻസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ അബദ്ധത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഇവിടെ വലിയ റിപ്പോർട്ടുകളും CQCയുടെ വരുന്നു, അല്ലെങ്കിൽ സേഫ് ഗാർഡിങ്ങിലൊക്കെ വിധേയമാകുന്നു. സോ നമ്മുടെ ഭാഗം നമ്മൾ മാക്സിമം ക്ലിയർ ആക്കാൻ നോക്കുക. നമ്മൾ ഒഴിഞ്ഞു മാറി പോവുക എന്നതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. സോ എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.